അപ്പോൾ ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പിന്നെ എന്താണ് ഒരു പ്രീ പ്രോസസ്സർ ഡയറക്റ്റീവ്സ് എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു പ്രീ പ്രോസസ്സർ ഡയറക്റ്റീവ്സ് എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ഈ ആഷ് ഇൻക്ലൂഡ് stdio.h എന്നുള്ള ഫയൽ ഉണ്ടല്ലോ. അപ്പോൾ ഈ ഒരു ഇതുപോലത്തെ ആഷ് ഡിഫൈൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈ കോൺസ്റ്റൻസിനും പിന്നെ മാക്രോസിനെയൊക്കെ എന്ത് ചെയ്യുക ഡിഫൈൻ ചെയ്യുന്നതാണ്. അപ്പോൾ ആഷ് ഇൻക്ലൂഡ് stdio.h എന്നുള്ളത് പറയുമ്പോൾ നമ്മൾ ഈ ഒരു പ്രിന്റ് എഫ് സ്കാൻ എഫ് ഫംഗ്ഷൻ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് ഈ ഒരു ഇതെന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒരു പ്രിന്റ് എഫ് കൊടുക്കുകയാണ്, പ്രിന്റ് എഫ് ഹലോ എന്ന് കൊടുക്കുകയാണ്. അപ്പോൾ എന്നിട്ട് എന്ത് ചെയ്ത് നമ്മൾ ഈ ഒരു പ്രോഗ്രാം റൺ ചെയ്തപ്പോൾ ഹലോ എന്ന് വന്നു. ഇനി ഞാൻ ഈ ഒരു ഹെഡർ ഫയൽ റിമൂവ് ചെയ്യുകയാണെങ്കിൽ റൺ എടുക്കുമ്പോൾ എന്താ വരുന്നത്, അവിടെ എന്താ വരുന്നത്, മെയിൻ നോട്ട് ഇൻക്ലൂഡ് stdio.h പ്രൊവൈഡ് എ ഡിക്ലറേഷൻ ഓഫ് പ്രിന്റ് എഫ്. അതായത് ഈ ഒരു ആഷ് ഇൻക്ലൂഡ് stdio.h എന്നുള്ളതിൻ്റെ അടുത്താണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു എന്താണ് മീൻസ് അതായത് ആഷ് ഇൻക്ലൂഡ് stdio.hന്റെ അകത്താണ് എന്ത് കിടക്കുന്നത്, ഈ ഒരു പ്രിന്റ് എഫിന്റെ ഫംഗ്ഷൻ ഉള്ളത്, പ്രിന്റ് എഫിന്റെയും സ്കാൻ എഫിന്റെയും. അപ്പൊ ഈ ഒരു ഹെഡർ ഫയൽ ഉണ്ടായാൽ മാത്രമാണ് എന്ത് ചെയ്യുക, ഈ ഒരു ആഷ് ഇൻക്ലൂഡ് stdio.h ഹെഡർ ഫയൽ ഉണ്ടായാലാണ്. അപ്പൊ ഇനി നമ്മൾ പറയുന്നത് എന്താണ് ഒരു ആഷ് ഡിഫൈൻ മീൻസ് പ്രീ പ്രോസസ്സറിലെ രണ്ടാമത്തെ ഒരു കാര്യമാണ് ഈ മാക്രോസ് ഡിഫൈൻ ചെയ്യുക എന്ന് പറയുന്നത്. മാക്രോസ് അതല്ലാതൊരു കോൺസ്റ്റന്റ് വാല്യൂ അങ്ങനെ ഡിഫൈൻ ചെയ്തിട്ട് ഹെഡർ ഫയൽ ഡിഫൈൻ ചെയ്തിട്ട് നിങ്ങൾക്ക് കൊടുക്കാം. ഉദാഹരണം പറയുകയാണെങ്കിൽ ആഷ് ഇൻക്ലൂഡ് stdio.h നമ്മൾ കൊടുത്തു. ഇനി ഇവിടെ ആഷ് ഡിഫൈൻ എന്ത് ചെയ്യാണ്, ഒരു വാല്യൂ കൊടുക്കുകയാണ്, പൈ 3.14. അതായത് പൈക്ക് ഒരു വാല്യൂ നമ്മൾ ഓൾറെഡി ഇവിടെ ഡിഫൈൻ ചെയ്യാണ്. പിന്നെ നമ്മൾ കോഡ് എൻ്റർ ചെയ്യുമ്പോൾ ഫ്ലോട്ട് റേഡിയസ് 5 എന്ത് ചെയ്യാണ്, ഫ്ലോട്ട് റേഡിയസ് 5, അതായത് നമ്മളൊരു റേഡിയസ് 5 കൊടുക്കുക, മീൻസ് റേഡിയസ് എത്രയാണോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഫ്ലോട്ട് ഏരിയ കൊടുക്കുക. അതായത് ഒരു ഏരിയ, അതായത് ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് നമ്മൾ മുകളിൽ പൈക്ക് എത്രയാണോ വാല്യൂ കൊടുത്തത് ആ ഒരു പൈ ആണ് അവിടെ വർക്ക് ചെയ്യുന്നത്. അപ്പൊ പൈ സ്റ്റാർ റേഡിയസ് അതായത് നമ്മൾ ഈ ഒരു സർക്കിൾ കാണുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് എന്താണ്, പിന്നെ πr² ആണ്. അപ്പോൾ വീണ്ടും ഒരു സ്റ്റാർ ഇട്ടിട്ട് റേഡിയസ് കൊടുക്കുക. ഓക്കെ, ഇനി പ്രിന്റ് എഫിനകത്ത് എന്ത് ചെയ്യുക, ഏരിയ ഓഫ് സർക്കിൾ എന്ന് കൊടുക്കുക. ഇനി പെർസെൻറ്റേജ് ഈ സർക്കിളിന്റെ ഏരിയ നമ്മൾ ഫ്ലോട്ടിലാണ് ഡിക്ലെയർ ചെയ്തത്. അപ്പോൾ ഫ്ലോട്ട് കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, കോമ ഇട്ടിട്ട് ഏരിയ കൊടുക്കുക. എന്നിട്ട് സെമിക്കോളൻ ഇട്ട് ക്ലോസ് ചെയ്യുക. എന്നിട്ട് റിട്ടേൺ കൊടുക്കുക, റിട്ടേൺ 0 കൊടുക്കുക. അപ്പോൾ ഇവിടെ ഇപ്പോൾ നമ്മൾ ചെയ്തത് ഈ ഒരു ഡിഫൈനിൽ 3.14 അവിടെ കൊടുത്തിട്ടു. അപ്പോൾ നമ്മൾ എന്തായാലും അപ്പോൾ ഇവിടെ ഇപ്പോൾ നമ്മൾ ചെയ്തത് ആ ഒരു പൈക്ക് ഒരു വാല്യൂ അവിടെ ഓൾറെഡി ഡിഫൈൻ ചെയ്ത് വെച്ചു. എന്നിട്ട് എന്ത് ചെയ്തു, നമ്മൾ റേഡിയസ് കൊടുത്തു. എന്നിട്ട് ഇനിയിപ്പോൾ ഈ പ്രോഗ്രാം റൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സർക്കിളിന്റെ ഏരിയ എന്ത് വന്നു, നമുക്ക് 78 വന്നു. അപ്പോൾ ഓൾറെഡി ഒരു വാല്യൂ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഇതേപോലെ ഡിഫൈൻ ചെയ്ത് വെച്ചുകൊണ്ട് ഇതുപോലത്തെ പ്രോഗ്രാംസ്